1 പോട്ട് സ്പാനിഷ് റൈസ്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഒരു കുക്കറിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മക്കൾസിന് സ്കൂളിൽ കൊടുത്തു വിടാനും ജോലിക്ക് കൊടുക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ റൈസ്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ കുക്കറിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി 3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ട് നല്ല പൊടി ആയിട്ട് അരിഞ്ഞിട്ട് അതിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പുറകെയായിട്ട് തന്നെ 2 തക്കാളി കുറച്ച് വെള്ളത്തോടെ ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പോടെ ചേർത്തിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടാണ് തിളച്ച് വരുന്ന സമയത്ത് നല്ല ചെറുതാക്കി അരിഞ്ഞ് 1 കപ്പ് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയിലെ വെള്ളമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് വറ്റി വരണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ പച്ചമുളകൊക്കെ അങ്ങോട്ട് മാറി വരുന്ന സമയത്ത് ഒരു 1.5 കപ്പോളം നല്ല ചൂടുള്ളോട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ച ബസ്മതി അരിയാണിത്. അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങൻ്റെ നീരും 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞോടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കർ അങ്ങോട്ട് അടച്ച് വെക്കുക. നമ്മൾ കുക്കർ ഡിപ്പെൻഡ് ചെയ്തിട്ട് 1 വിസിൽ അല്ലെങ്കിൽ 2 വിസിലിൽ നമ്മൾ റൈസ് വെന്ത് കിട്ടും. ഞാൻ 2 വിസിലായിട്ട് വിട്ടത്. അതിന് ശേഷം തന്നെ നമ്മൾ റൈസിൻ്റെ ചൂടൊക്കെ ഒരു അത്യാവശ്യം ഇവിടെ ആറിയതിന് ശേഷം മാത്രം കുക്കർ തുറന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്തെടുക്കണം കേട്ടോ. സത്യം പറഞ്ഞാലല്ല ഈ ഒരു റൈസ് കഴിക്കാനായിട്ട് പ്രത്യേകം ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഫ്ലേവറാണ് ഈ ഒരു റൈസ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ. നമ്മളുടെ അടുക്കളയിലെ സ്ഥിരം ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന്